എന്തിനാണ് അറസ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല. ഒന്നും തന്നിട്ടില്ല. ഇല്ല അതൊന്നുമില്ല. 10 ദിവസത്തിന് നോട്ടീസ് തന്നെ ഹൈക്കോടതി ഉത്തരവുള്ള അതൊന്നും തന്നില്ല. രാത്രി ഞാൻ നാട്ടിൽ നിന്ന് അമ്മയും അപ്പനും കൂട്ടിക്കൊണ്ട് വന്നതാണ്. 90 എനിക്കറിയത്തില്ല, അത് വക്കീലിനോട് ചോദിക്കണം. അതൊന്നും സംഭവിച്ചില്ല. പോരണം വണ്ടിയെ കയറണമെന്ന് പറഞ്ഞു. മൊബൈൽ വിളിച്ച് ആരും പറയാൻ പോലും സംഭവിച്ചില്ല. ഈ പരാതിയിൽ എന്തെങ്കിലും ശരിയുണ്ടോ? പരാതി എന്താണെന്ന് അറിയത്തില്ല. പിന്നെ എങ്ങനെ ശരിയുണ്ടോ എന്നോട് പറഞ്ഞില്ല. പരാതി എന്താണ് എന്ന് പോലും ഷാജൻ സ്കറിയയുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. മെഡിക്കൽ പരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അവിടെ നിന്നുള്ള പ്രതികരണമാണ്. എന്താണ് കേസ് എന്ന് പോലും തനിക്ക് അറിയില്ല എന്നാണ് ഷാജൻ സ്കറിയ പറയുന്നത്. ജിബിൻ JB ചേരുന്നുണ്ട്. ജിബിൻ, കേസ് എന്താണെന്ന് പോലും അറിയില്ല. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ഷർട്ട് പോലും ഇടാൻ സമ്മതിക്കാതെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയായിരുന്നു എന്ന് പറയുന്നു. ഈ കേസിന്റെ വിശദാംശങ്ങൾ, അതോടൊപ്പം തന്നെ ഷാജൻ സ്കറിയ പറയുന്ന കൂടുതൽ കാര്യങ്ങൾ എന്താണ്? മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ ചാനലിന്റെ ഉടമയായ ഷാജൻ സ്കറിയയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മാഹി സ്വദേശിനിയായുടെ ഒരു പരാതിയിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. വിവരങ്ങൾ നൽകാനായി ജിബിൻ JB തുടരുന്നുണ്ട്. ജിബിൻ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ഷർട്ട് പോലും ഇടാൻ സമ്മതിക്കാതെ തന്നെ പെട്ടെന്ന് പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയായിരുന്നു എന്നാണ് ഷാജൻ സ്കറിയ പറയുന്നത്. ഈ കേസ് എന്താണെന്ന് പോലും അറിയില്ല എന്ന് കൂടി പറയുന്നു. ഈ കേസിന്റെ വിശദാംശങ്ങൾ, അതോടൊപ്പം തന്നെ ആശുപത്രിയിൽ നടക്കുന്ന നടപടിക്രമങ്ങൾ എന്താണ്? സ്വദേശിയായിട്ടുള്ള ഒരു യുവതി നൽകിയ പരാതിയിലാണ് സൈബർ പോലീസ് ഇപ്പോൾ സാജൻ സ്കറിയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നാണ് ഇന്ന് രാത്രി 8 മണിയോടുകൂടി കസ്റ്റഡിയിലെടുത്തത്. അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാതാപിതാക്കൾക്കൊപ്പം താൻ ഭക്ഷണം കഴിക്കുകയായിരുന്നു. ആ സമയത്ത് വസ്ത്രം പോലും ധരിക്കാൻ അനുവദിക്കാതെ, പ്രത്യേകിച്ച് ഷർട്ട് പോലും ധരിക്കാൻ അനുവദിക്കാതെ തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു എന്നാണ് സാജൻ സ്കറിയ നേരത്തെ പ്രതികരിച്ചത്. ഈ മാജി സ്വദേശിയായിട്ടുള്ള യുവതിയുടെ പരാതിയിൽ പറയുന്നത് തനിക്കെതിരെ ഇദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ വഴി ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ തന്നെ വളരെ വലിയ രീതിയിൽ അധിക്ഷേപിച്ചിരുന്നു. ഈ ഒരു അധിക്ഷേപം കാരണം അവർക്ക് കുടുംബത്തിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടയിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. അപകീർത്തിപ്പെടുത്തിയെന്ന തരത്തിലാണ് ഒരു കേസ് നൽകിയിരുന്നത്. ഇതിന്റെ പകർപ്പ് അവർ മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഈ പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയത്. ഈ കേസാണ് പിന്നീട് സൈബർ പോലീസ് ഏറ്റെടുക്കുകയും സൈബർ പോലീസിന്റെ സംഘമാണ് ഇന്ന് രാത്രിയോടുകൂടി ഇദ്ദേഹത്തെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായിരിക്കും. എന്തായാലും ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല, ഇന്ന് രാത്രി അദ്ദേഹത്തെ ഈ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം തന്നെ കോടതിയിൽ ഹാജരാക്കും, മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കും എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ജാമ്യം ലഭിക്കുമോ അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നാളെ മാത്രമേ ഈ ജാമ്യത്തിനായി അപേക്ഷിക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു ആശങ്ക കൂടി നിലവിലുണ്ട്. എന്തായാലും ഇന്ന് രാത്രി ഇപ്പോൾ അദ്ദേഹം ഉള്ളത് ഈ കുടപ്പനക്കുന്നിലെ വീട്ടിൽ അറസ്റ്റ് ചെയ്തതിനു ശേഷം അവിടെ നിന്ന് നേരേക്ക് എത്തിച്ചത് ഈ തൈക്കാടുള്ള പോലീസ് ട്രെയിനിങ് കോളേജിലേക്കാണ് അദ്ദേഹത്തെ എത്തിച്ചത്. അവിടെ നിന്നാണ് വൈദ്യ പരിശോധനയ്ക്ക് ഇപ്പോൾ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഡോക്ടറുടെ റൂമിൽ വൈദ്യ പരിശോധനയ്ക്കാണ് ഇപ്പോൾ സാജൻ സ്കറിയ ഉള്ളത്. ഈ കേസിനാസ്പദമായ സംഭവം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ 2024 ഡിസംബറിലാണ് സാജൻ സ്കറിയയുടെ യൂട്യൂബ് ചാനൽ വഴി ഈ മാഹി സ്വദേശിയായിട്ടുള്ള യുവതിക്കെതിരെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇവർ ഹണി ട്രാപ്പിലൂടെ പലരെയും പറ്റിക്കാൻ ശ്രമിച്ചു, പലരെയും ഹണി ട്രാപ്പിലൂടെ പണം കൈവശപ്പെടുത്തി എന്ന തരത്തിൽ തനിക്കെതിരെ വാർത്തകൾ ചെയ്തിരുന്നു. അതെല്ലാം വ്യാജ വാർത്തകളാണ്. ഈ വ്യാജ വാർത്ത കാരണം തനിക്ക് കുടുംബത്തിലോ സുഹൃത്തുക്കൾക്കിടയിലോ ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. തന്നെ മാനസികമായി തളർത്തി, തന്നെ ശാരീരികമായി തളർത്തി, അത്തരത്തിലുള്ള പരാതികളാണ് സാജൻ സ്കറിയക്കെതിരെ ഇവർ കൊടുത്തിരുന്നത്. ഈ പരാതി നൽകിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനാണ്. ഈ പരാതി നൽകിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പിന്നീട് ഈ പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറുകയായിരുന്നു. സംസ്ഥാന പോലീസ് മേധാവിയാണ് പിന്നീട് ഈ കേസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൈമാറിയ ഈ കേസ് സൈബർ വിങ്ങിന് കൈമാറുന്നത്. സൈബർ വിങ്ങിന് കേസെടുത്ത ശേഷം അവർ അന്വേഷണം നടത്തി. പരാതിക്കാരി ഇപ്പോൾ പുറത്താണുള്ളത്, ഇന്ത്യയിലല്ല പുറത്താണുള്ളത്. ഈ ഒരു കേസിന്മേലാണ് ഇപ്പോൾ INSന്റെ വിവിധ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് സാജൻ സ്കറിയ ഇന്ന് രാത്രിയോടുകൂടി വീട്ടിലെത്തി സൈബർ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെ ഈ അറസ്റ്റിനെ തുടർന്ന് സാജൻ സ്കറിയ രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ തൈക്കാടുള്ള പോലീസ് കേസിന്റെ പശ്ചാത്തലം ഇതാണ്. പക്ഷേ ഒരു അറസ്റ്റ് നടപടിയിലേക്ക് പോലീസ് കടക്കുമ്പോൾ എന്തിനാണ് ഈ അറസ്റ്റ് എന്ന് ഈ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആൾ കൂടി അറിയണ്ടേ? പക്ഷേ തന്നെ അതൊന്നും അറിയിച്ചിട്ടില്ല. ഈ കേസ് എന്താണെന്ന് പോലും തനിക്ക് അറിയില്ല എന്നൊക്കെയാണല്ലോ ഷാജൻ സ്കറിയ പറയുന്നത്. ഹിമാദ് തന്നെയാണ് ഈ പോലീസ് ട്രെയിനിങ് കോളേജിൽ നിന്ന് സാജൻ സ്കറിയെ വൈദ്യ പരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്താണ് സാജൻ സ്കറിയ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇദ്ദേഹം മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് ഇദ്ദേഹം ഷർട്ട് പോലും ഇട്ടിട്ടില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. ആ സമയത്ത് ഇദ്ദേഹം വലിയ രീതിയിലുള്ള മുദ്രാവാക്യം വിളിക്കുന്നത്. കാരണം മാധ്യമങ്ങളെ വെട്ടിച്ചുകൊണ്ട് അദ്ദേഹത്തെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുവരാൻ പോലീസ് ഈ ട്രെയിനിങ് കോളേജിന്റെ ബാക്ക് സൈഡ് വഴിയാണ് ആദ്യം ശ്രമിച്ചത്. ആ സമയത്താണ് സാജൻ സ്കറിയ ഷർട്ട് പോലും ഇടാതെ വലിയ രീതിയിലുള്ള ശബ്ദത്തിൽ അവിടെ നിന്ന് മുദ്രാവാക്യം വിളിച്ചത്. വാഹനത്തിൽ കയറാൻ തയ്യാറാകാതെയായിരുന്നു ഈ മുദ്രാവാക്യം.
പ്രത്യേകിച്ച് ഇയാളുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയായിരുന്നു മുദ്രാവാക്യം. കാരണം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള കേസ്, ആ ഒരു കേസിന്റെ വക വീട്ടുകയാണ് മുഖ്യമന്ത്രി എന്നാണ് സാജൻ സ്കറിയ പറയുന്നത്. അതുകൊണ്ട് തനിക്കെതിരെയുള്ള കേസ് എന്താണ്, തനിക്കെതിരെയുള്ള വകുപ്പ് എന്താണ്, തനിക്കെതിരെ ആരാണ് പരാതി കൊടുത്തത് എന്ന തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ തനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ആ വിവരങ്ങൾ അറിയാം, എന്തിനാണ് അറസ്റ്റ് എന്ന് പോലും അറിയത്തില്ല. ആ അറസ്റ്റ് തന്റെ വീട്ടിൽ മാതാപിതാക്കളുടെ മുന്നിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന തന്നെ യാതൊരുവിധ കാരണവും പറയാതെ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണ് തനിക്കെതിരെ പരാതി നൽകിയത് എന്ന് പോലും പറയാതെയാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന തന്നെ അറസ്റ്റ് ചെയ്തത്. ആ സമയത്ത് ഒരു ഷർട്ട് പോലും ഇടാൻ അനുവദിച്ചില്ല. ഈ സൈബർ പോലീസ് അദ്ദേഹത്തെ ഒരു ഷർട്ട് പോലും ഇടാൻ അനുവദിച്ചില്ല എന്നാണ് സാജൻ സ്കറിയ ആ സമയത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും പോലീസ് വളരെയധികം ബലം പ്രയോഗിച്ചാണ് സാജൻ സ്കറിയ പിന്നീട് പോലീസിന്റെ വാഹനത്തിലേക്ക് കയറ്റിയത്. അവിടെ നിന്ന് നേരെ എത്തിച്ചത് ഈ ഇവിടെയുള്ള ഈ ജനറൽ ആശുപത്രി പരിസരത്തേക്കാണ് പിന്നീട് കൊണ്ടുവന്നത്. അവിടെ എത്തി വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് സാജൻ സ്കറിയ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. ആ സമയത്തും അദ്ദേഹം പറഞ്ഞത് നേരത്തെ ഈ പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. വളരെ രൂക്ഷ ഭാഷയിൽ പിണറായി സർക്കാരിനെതിരെ, ഇടത് സർക്കാരിനെതിരെ വളരെ രൂക്ഷ ഭാഷയിൽ തന്നെയാണ് സാജൻ സ്കറിയ പ്രതികരിച്ചത്.